തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കാനും അത് ഗ്രഹിക്കാനും ഒക്കെ ദൈവം ഒരുക്കുന്ന എല്ലാ സന്ദർഭങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കും. സംഭവപരമായ ഒരു ലോകത്ത് നമ്മെ ഓരോ ദിവസവും ദൈവം നടത്തുന്നല്ലോ. അത് ദൈവത്തിൻ്റെ കരുണയാണ്, കൃപയാണെന്ന് ഓർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ എപ്പോഴും നാം കടപ്പെട്ടവരാണ്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. നാളുകളായി നാം ഈ വചനം വേർഡ് ഇൻ പവർ, വചനം ശക്തിയിലെന്നുള്ള ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവേ, നിൻ്റെ മാറ്റമില്ലാത്ത കൃപ, നിൻ്റെ അനുഗ്രഹം, ഐശ്വര്യം വീണ്ടും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അനേകരെ ഇത് കേട്ട് അനുഗ്രഹിക്കപ്പെടുകയും ടെലിഫോണിൽ വിളിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ആ മേഖലയിൽ ദൈവം അത് വിടുതലിൻ്റെ അനുഗ്രഹങ്ങളിൽ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ മണിക്കൂറിൽ ദൈവം എൻ്റെ ഉള്ളത്തിൽ പ്രകാശം തന്ന വേദവചനങ്ങൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുടെ ദൈവജനവുമായിട്ട് ഒന്നിച്ച് ഞങ്ങൾ നിൻ്റെ സന്നിധി വരും. നീ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശബ്ദം, ആമേൻ കർത്താവെ, ആ വചനം ജീവനും ചൈതന്യമുള്ള ദൈവവചനം ഈ മണിക്കൂറുകൾ അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകാൻ, അത് എഴുതപ്പെട്ട ആത്മാവിനെ അത് വിളിച്ചു പറയാൻ എളിവനും വരവും കൃപയും തരണം. ദൈവിക ജ്ഞാനത്തോടും കൃപയോടും നിർത്തണം. ശരീരാത്മതകളെ ബലപ്പെടുത്തണം. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണം. എല്ലാ ശിഷ്ടത്തെയും ദൈവം താങ്ങണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. അതെങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്താ വാക്യം? നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കും. മനോഹരമായ വാക്യമല്ലേ? എന്തുവാ? നമ്മെക്കുറിച്ചുള്ള ദൈവപ്രവൃത്തിയുടെ ഒരു ചെറിയ വിവരണം കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതെന്താ? അതായത് ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ ശക്തീകരിച്ചു, ദൈവം നമ്മെ ഉയർത്തി. എവിടെ വരെ ഉയർത്തി? സ്വർഗസ്ഥലങ്ങളിൽ കൊണ്ടിരുത്തിയിരിക്കുക എന്നാണ് നമ്മൾ ചിന്തിച്ചല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? that we got to praise and glorify Lord all the eternity. നിത്യത മുഴുവൻ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി ഇരിക്കാനാ ദൈവം ഇതൊക്കെ ചെയ്തത്, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മെക്കുറിച്ച് ദൈവത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്തിനുള്ള പ്ലാൻ എന്താ, വേല എന്താ, വാട്ട്സ് എ പർപ്പസ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്. ഇതാണ് ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്തായ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ വീണ്ടെടുക്കപ്പെട്ട് അഥവാ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായി ജീവിക്കാനിടയായതിനായി ഭാഗ്യം. പക്ഷേ അതെല്ലാം ആയില്ല. അതതിൻ്റെ ഒരു ബിഗിനിങ്ങാണ്, ആരംഭം മാത്രം. അവിടെ നമ്മൾ വളരണം. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് എവിടെ വരെയാണ്? ക്രിസ്തു എന്ന തലയോളം അവൻ്റെ തേജസ്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവങ്ങൾ വരെ എത്തുക എന്നുള്ള റോമാലേഖനം 8:29 നാം അത് വായിക്കുന്നത്. അതിനുവേണ്ടി ദൈവം എങ്ങനെയാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്? ഓർ ഇൻ വാട്ട് വേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദാറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് അത് നമ്മെ സഹായിക്കുന്നത്, അത് നമ്മെ ശക്തീകരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം ഫിലിപ്പിലേഖനം 2:13 നമ്മൾ വായിക്കും. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവെള്ളം ഉണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ്. അപ്പം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ വാട്ട് ഓൾ ആക്ഷൻ വാറ്റ് യു ടേക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതാ പരിശുദ്ധാത്മാവ്. അതാണ് പൗലോസ് കൂടെ പറഞ്ഞു, ഇറ്റ്സ് ഗോഡ് ഹു വർക്ക് ഇൻ അസ്. നമ്മിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്, ദൈവകാര്യങ്ങൾ കേട്ടോ. അത് നമ്മൾ ഓർത്തിരിക്കട്ടെ. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അതിനുവേണ്ടി കർത്താവ് നമ്മെ സജ്ജമാക്കിയിരിക്കുകയാണ്. ഗോഡ് ഹാസ് എക്വിപ്ഡ് us ഫോർ ദാറ്റ്. ഇതിനായി ദൈവം എന്താ ചെയ്യുന്നത്? ഇതിനായി ദൈവം 3 ഉപാധികൾ ക്രമീകരിച്ചിട്ടുണ്ട്.
അതെന്താ? 3 ടൂൾസ്, ഉപകരണങ്ങൾ. ഒന്ന്, ദ വേർഡ് ഓഫ് ഗോഡ്. പറഞ്ഞ മനസ്സിലായല്ലോ? നാം ദൈവഹിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടാൻ, ദൈവം മഹത്വീകരിക്കപ്പെടാനായിട്ട് ദൈവം പ്ലാൻ ചെയ്തിരിക്കും. അത് മെക്കാനിക്കലായിട്ട്, യാന്ത്രികമായിട്ട് നടക്കത്തില്ല. അതിന് ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താ? ഒന്ന് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. നാം ദൈവഹിതത്തിൽ നിൽക്കാനും ദൈവപ്രവൃത്തികളെ മാനിക്കാനും ദൈവ അനുഗ്രഹം നമ്മൾ ലഭിക്കാനും ഒക്കെ നമുക്ക് ഏറ്റവും പ്രയോജനം തരുന്ന ആ ദൈവവചനം. മനസ്സിലായേ? 1 Thessalonians 2:13 പൗലോസ് അത് ഓർമ്മിപ്പിക്കുക, ഞങ്ങൾ പ്രസംഗിച്ച വചനം അത് ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാ. അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം. അത് ആ വെളിയിൽ കൂടെ അങ്ങ് പോയി തലയുടെ മണ്ടയിൽ കൂടെ പോയി പ്രസംഗം കേട്ടു, നോ, അതുകൊണ്ടല്ല. നമ്മളത് സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താനായിട്ടുള്ള മുഖാന്തരങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ ഓർത്തിരിക്കും. ദൈവവചനത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. നാം ധാരാളമായി അല്ലെങ്കിൽ നിരന്തരമായി ദൈവവചനം കേൾക്കുന്നവരായതുകൊണ്ട് ആ മേഖലയിൽ ഞാൻ വിശദീകരിക്കുന്നു. പക്ഷേ അത് ഓർത്തോണം, ദൈവവചനം ഇല്ലെങ്കിൽ ഒരു അനുഗ്രഹവുമില്ല. The basis of every blessing in Christian life is nothing but the word of God. ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം ദൈവവചനം. ദാറ്റ് ഈസ് ദ മാഗ്ന കാർട്ട. അതുകൊണ്ട് അത് വിസ്മരിച്ച് കളയരുത്. ഇത് പറയുമ്പോൾ ഞാൻ പല സ്ഥലത്തും ഓർമ്മിപ്പിക്കുന്നു, നമ്മളൊക്കെ ഇത്രയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ രഹസ്യം നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ കഴിഞ്ഞ നാൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചും ദൈവത്തെ മാനിച്ചും ദൈവവചനം ആദരിച്ചതും കൊണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു അനന്തര ഫലം എന്ന നിലവിൽ നാം അതിൻ്റെ നന്മയാണ്. നീതിമാന്മാരുടെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മളത് പാലിക്കണം. Give the word of God to the generation. തലമുറയ്ക്ക് ദൈവവചനം കൊടുക്കാൻ ഇടയാകട്ടെ, നമ്മളും അതിൽ ഉൾക്കൊള്ളാനിട. രണ്ടാമത്, ദൈവം നമ്മിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നാം ദൈവത്തെ മഹത്വീകരിക്കേണ്ടതിന് ദൈവം നമ്മിൽ ഇടപെടുന്ന രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ധൈര്യത്തോടെ പ്രാർത്ഥിക്കും, ശക്തിയോടെ, വിശ്വാസത്തോടല്ലേ. എഫേസ്യ ലേഖനം 3:20-21 പറയുന്നു, എന്നാൽ അങ്ങനെയാണെങ്കിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്താൻ കഴിയുന്ന, നമ്മെ ശക്തീകരിക്കാൻ, നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പൗലോസ് ഓർക്കും. നമ്മൾ ചോദിക്കുന്ന ഒന്നായിരിക്കും, പക്ഷെ നമുക്ക് തരുന്നതോ നമ്മൾ പ്രതീക്ഷിക്കുക. അങ്ങനെയല്ല ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്ന നന്മയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ പണ്ട്? Have you ever thought of it? The very blessing that you enjoy today. എല്ലാം ദൈവത്തിൻ്റെ കരുണയല്ല. പക്ഷേ പ്രാർത്ഥിച്ചല്ലേ? ചിലർ നമ്മൾ പ്രാർത്ഥിച്ചാലും പിന്നെ ചിലർ പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇനി അത് ഇരട്ടി അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ നടത്തും. നമ്മെ എന്ന് വെച്ചാൽ നമ്മിക്കൂടെ ദൈവനാമം മഹത്വപ്പെടും. അത് ദൈവത്തിൻ്റെ പർപ്പസാണ്. അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് ദൈവം വെച്ചിരിക്കുന്ന ഉപാധിയാണ് സഫറിങ്. കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വരും. പരിശോധന. പലരും ചെയ്ത് എന്തിനായി പരിശോധന? ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം നമ്മൾ പാടുമ്പോൾ പിന്നെ എന്തിനാ കഷ്ടതയുണ്ട്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്താൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ കഷ്ടങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും വേദനകളും. കേട്ടോ, അതില്ലാത്തൊരു ക്രിസ്തീയ ജീവിതമില്ല. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ള ആ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ 1 പത്രോസ് 4:11-14 വരെ വായിക്കുമ്പോൾ പത്രോസ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പം പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു അത്ഭുത കാര്യം സംഭവിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ അതിശയിച്ച് പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളോട് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചോളുവീൻ. തേജസ്സിൻ്റെ നിത്യതേജസ്സിൻ്റെ കനം അത് അനുഭവിക്കുന്ന ഒരു നാളത് പ്രത്യക്ഷപ്പെടും. ഈ കഷ്ടമൊക്കെ എന്തിനാണെന്നുള്ളത് അവിടെ രേഖപ്പെടും. അപ്പോൾ ഇതെന്തിനാണെന്നറിയാം? കഷ്ടങ്ങളുള്ളത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കും. ഐദർ റൈച്ചോസ് സഫർ. എന്ത് നീതിമാൻ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, വേദനിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഒത്തിരി ഉണ്ടല്ലേ? പക്ഷേ പർപ്പസ്, ദൈവത്തിന് ഇതൊരു പർപ്പസ് ഉണ്ട്. ഇവിടെ ജീവിതത്തിന് പ്രതിസന്ധി വരുമ്പം നിരാശപ്പെട്ടു പോകാതെ, പെറുപുറത്ത് പോകാതെ, കർത്താവേ നിനക്കിതിനകത്തുള്ള ഉദ്ദേശം എന്താണെന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിൽ. ദൈവം വെളിപ്പെടുത്തി തരും. അതിനായി സ്തോത്രം ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നാം വായിച്ച് ധ്യാനിച്ച് മാനിക്കണം, പ്രാർത്ഥിച്ച്, അല്ല അത് ഭക്ഷിക്കണം. അല്ലേ? ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ തന്നെ ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഓരോ പ്രാവശ്യം ദൈവവചനം വായിക്കുമ്പോഴും നമ്മളെ ശുദ്ധീകരിക്കപ്പെടും.
യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന്. എത്രത്തോളം ദൈവവചനം കേൾക്കും അത്രത്തോളം കഴുകൽ, വചനത്താലുള്ള കഴുകൽ നമുക്ക് ലഭിക്കും. ആന്തരികമായും നമ്മുടെ ആത്മാവിന് കഴുകൽ ലഭിക്കുന്ന അന്തരീക്ഷങ്ങളിൽ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം കഷ്ടം അനുഭവിക്കുമ്പം നമ്മളെ അങ്ങ് വിട്ടുകളെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശുശ്രൂഷിക്കും കേട്ടോ. ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് വിൽ മിനിസ്റ്റർ ടു us. ഇത് ഓർത്തോണം. അല്ല നമ്മളെ അങ്ങ് ഏകരായിട്ട് അങ്ങ് വിട്ട് അങ്ങ് അരഞ്ഞു പോയി നശിച്ചു പണ്ടേ ഒരിക്കലും ആയിരിക്കും. ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. ഇതെപ്പോഴും ഓർത്തോണം കേട്ടോ. അപ്പോൾ ഈ സഫറിങ് വരുമ്പോൾ എന്ത് ചെയ്യും? He drives back to the Lord. എങ്ങനെ? ത്രൂ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് പ്രയർ. സഫറിങ് വരുമ്പോഴാണ് വേദപുസ്തകം തുറക്കാൻ തോന്നുന്നത്. അന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഈ റൊട്ടേഷൻ ഇങ്ങനെ നടക്കുക ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. ഇത് ഓർത്തോണം. അതുകൊണ്ട് ഈ മേഖലയിൽ അനുഗ്രഹിക്കപ്പെടാൻ എന്തോ നമ്മൾ ചെയ്യേണ്ട? കർത്താവേ, നിൻ്റെ വചനത്തോട് നിന്നെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനോട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിൽ പിറുപിറുത്ത് പോകാതെ ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ ജയകരമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളത് നമ്മളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ. പല വിശ്വാസികളും ചിന്തിക്കുന്ന എന്നാ രക്ഷിക്കപ്പെടുക, അതോടുകൂടെ സകലതും കഴിഞ്ഞെന്നാ. അങ്ങനല്ല. പിന്നെയും അതിനകത്ത് ബാക്കിയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ ലാസറിൻ്റെ കാര്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക, കം ഔട്ട് ലാസറസ്. മരിച്ചവൻ പുറത്തു വന്നു അല്ലേ? നമുക്കറിയാം. എന്നിട്ട് എന്ത് പറഞ്ഞു? കർത്താവ് പറഞ്ഞു, ഇവൻ്റെ കെട്ടഴിപ്പീൻ, ഞാൻ പോകട്ടെ. ഇതൊരു വലിയ സത്യമാണ് കേട്ടോ. യോഹന്നാൻ 15:44. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യന് ഇപ്പം ജീവനുണ്ട് കേട്ടോ, ഇല്ലേ? അതുകൊണ്ട് അവന് കല്ലറയിൽ നിന്ന് പുറത്ത് വന്നത്, ജീവൻ ഉണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ വരത്തില്ല, കല്ലറ തന്നെ ആയിരുന്നേനെ, ഇല്ലേ? കല്ലറയിൽ നിന്ന് പുറത്ത് വന്ന് അവിടെ തന്നെ നിൽക്കാനല്ല, പിന്നെന്താണെന്നറിയാം, അവിടുന്ന് മുന്നോട്ടാണ്. പിന്നെ 12-ാം അധ്യായത്തിലേക്ക് വരും, കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുന്ന നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത് വിടുതൽ പ്രാപിച്ചു, മരണത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചു, ജീവൻ പ്രാപിച്ചു, നിത്യജീവൻ്റെ അവകാശം. നോ, ഗോ ഫോർവേഡ്. നിത്യാനിത്യ ജീവിത പ്രവാഹത്തിൽ കർത്താവിനോട് കൂടിയുള്ള സജീവമായ കൂട്ടായ്മയിൽ ബലപ്പെട്ട് മുന്നേറും. നമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ അതിന് നമ്മെ സഹായിക്കുന്ന ഉപാധികൾ ആ 3 കാര്യം പറഞ്ഞു. അങ്ങനെ പോകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പം ഈ പഴയ റേവ് ക്ലോസ് അല്ലെങ്കിൽ കല്ലറയിലെ വസ്ത്രങ്ങളും ഒക്കെ ഉരിഞ്ഞ് ഒരു പുതിയ അനുഭവത്തിലേക്ക് വന്നതുപോലെ നമ്മൾ പുതിയ അനുഭവത്തിലാണ് ഒരു ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യത്തിൽ പൗലോസ് സദാ ഓർമ്മിപ്പിക്കുന്ന ഈ ചിന്ത വെച്ചോണ്ട എന്താണെന്നറിയാമോ? നിങ്ങൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി എന്തുവാ? പുതുക്കം പ്രാപിച്ച സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളു. അപ്പം പഴയ മനുഷ്യനെ ഉപയോഗിച്ചു. പഴയ മനുഷ്യൻ മനസ്സിലായല്ലോ, ഗ്രേവ് ക്ലോസ്, കല്ലറയ്ക്കുള്ളിലെ കല്ലറ വസ്ത്രത്തിലൊക്കെ കെട്ടപ്പെട്ടിരുന്നൊരവസ്ഥയിൽ നിന്ന് വെളിയിൽ വന്ന് ജീവൻ പ്രാപിച്ചു. ഇനി പുതിയ മനുഷ്യനായി ക്രിസ്തുവിനെയാണ് ഇപ്പോൾ ധരിക്കുന്നത്, പഴയ ക്ലോസ് അല്ല. ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നമ്മളെ നോക്കുന്ന ഒരു ക്രിസ്തുവിനെ കാണും. അത് ഒരു എൻ്റെ വസ്ത്രത്തിലല്ലേ ഒരാൾ നോക്കുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ ഒരു കമ്പാരിസൺ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ ക്രിസ്തുവിൽ കാണണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും ശ്രദ്ധിക്കണം, അതിന് മേടി പൗലോസ് പറഞ്ഞിരിക്കുന്നത് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, അതിനെ വിടണം. പഴയ മനുഷ്യൻ്റെ സ്വഭാവം അതായിരുന്നു. അതിനെ വിട്ടിട്ട് പുതിയ മനുഷ്യനെ ധരിച്ച് പിന്നെന്തുകൊണ്ട് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ, നീതിയിലും വിശുദ്ധിയിലുമുള്ള പുതിയ മനുഷ്യൻ. അതാണ് ക്യാരക്ടർ. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സ്പിരിച്വാലിറ്റിയുടെ ക്യാരക്ടർ. നീതിയും വിശുദ്ധിയും, റൈച്ചസ്നെസ് ആൻഡ് ഹോളിനെസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ പലരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. ജനിച്ചു പോന്നു, ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പോയി കൂട്ടായ്മയ്ക്ക് പോയി, ആരാധനയ്ക്ക് പോയി. ദെയർ ഈസ് സംതിങ് മോർ. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താ? കർത്താവേ, അതിനെ സഹായിക്കണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ, ആഗ്രഹിക്കട്ടെ. നമ്മെ ക്രിസ്തുവിലേക്ക് നയിച്ച ആ പുനരുദ്ധാന ശക്തി തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് അവൻ്റെ നാം മഹത്വപ്പെടുവാൻ നമ്മെ സഹായിക്കും. പക്ഷെ അതിനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും, അതിനുള്ള വാഞ്ച നമുക്കുണ്ടാകും.
42 സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് പറ്റിച്ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നുള്ളത്. ആ അന്തരീക്ഷത്തിൽ നമ്മളായിത്തീരണം കേട്ടോ. വലിയൊരു വാഞ്ച ഉണ്ടോ? അതോ സന്ധ്യയായ വിശ്വസമായി 1-ാം ദിവസം 2-ാം ദിവസം ഇങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ? ഒരു ദിവസം സന്ധ്യയാകുമ്പോൾ ചിന്തിക്കണം എന്ത് ചെയ്തു. രാവിലെ എഴുന്നേറ്റും പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് എന്നെ കൊണ്ട് നിന്നെ നാമം മഹത്വപ്പെടണേ. പകൽക്കാലം ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ, ആത്മാവിലും ശരീരത്തിലും വിടുതൽ ലഭിക്കുന്ന അന്തരീക്ഷങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരാൻ കർത്താവെ കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹി വർക്ക് ഫോർ us to save us. നമ്മെ രക്ഷിക്കാൻ കർത്താവ് പ്രവർത്തിച്ചു അല്ലേ? പക്ഷേ ഞാൻ പറയാം, ഹി കനോട്ട് വർക്ക് ഫോർ us unless he work in us. തുടർന്ന് കർത്താവ് നമ്മിൽ പ്രവർത്തിച്ചെങ്കിലേ കർത്താവിന് നമ്മെ കൊണ്ട് പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. മനസ്സിലായി? അതിൻ്റെ അർത്ഥം നിരന്തരമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അറ്റ് എവരി മോമെൻറ്റ്, എനി മോമെൻറ്റ് കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടോ? കർത്താവേ സഹായിക്കണമേ, ഒരു മിനിറ്റ് പോലും നിന്നോട് അകന്നിരിക്കാൻ ഇടവരല്ലേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, it is through the word, prayer and suffering that God work in us. ദൈവവചനത്തിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ ഒക്കെ ദൈവം നമ്മോട് ഇടപെടുന്നത്, അല്ലെ നമ്മി പ്രവർത്തിക്കുന്നു. എന്തോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഈ മേഖലയിൽ ഒരു മനുഷ്യനെ ദൈവം എക്വിപ്പ് ചെയ്യുന്നത് അല്ല മെക്കാനിക്കലായിട്ട് ഒരു ദിവസം ഒരു മാജിക് കാണിച്ച് ആരെയും ഇറക്കി വിടത്തില്ല. നമുക്കറിയാം മോശയുടെ ചരിത്രം അല്ലേ? എന്തോ മോശ നീലനദിയുടെ ആദങ്ങളിൽ നിന്നൊക്കെ വലിച്ചെടുക്കപ്പെട്ടതാന്നൊക്കെ നമുക്കറിയാം. നാളുകളായി ദൈവവചനം കേൾക്കുന്നവർ അല്ലാത്തവരും കാണാം. അല്ലേ? ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് മോശയുടെ ജനനവും തുടർന്നവൻ്റെ കൊട്ടാരത്തിലെ ജീവിതമൊക്കെ അല്ലേ? ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. അവിടെ വെച്ചാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ പിന്നീട് ഒരു ചരിത്രമുണ്ടല്ലേ? എന്തുവാ എന്താ ചരിത്രം? ആദ്യത്തെ വർഷം 40 വർഷം കൊട്ടാരത്തിൽ ആയിരുന്നു, നല്ല ജീവിതം അല്ലേ? വലിയ മേഖലയിലൊക്കെ ചിന്തിച്ചു. ഒടുവിൽ അവിടെ നിന്ന് വളർന്നു, അല്ലെങ്കിൽ ജ്ഞാനമൊക്കെ അഭ്യസിച്ചു, എല്ലാ അഭ്യാസവും പഠിച്ചു. ഇവിടെ ഒരു ഈജിപ്ഷ്യനെ, ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. പക്ഷെ പിന്നെ അവിടെ നിൽക്കാൻ വയ്യാതെ ഓടിപ്പോയ ഒരു ചരിത്രമുണ്ട് മോശ. അപ്പൊ ആ കൊട്ടാരത്തിൽ വളർന്നപ്പം he thought he was something. എന്തൊക്കെയാണെന്ന് വിചാരിച്ചു. What did God do? ദൈവം എന്ത് ചെയ്തു? The next 40 years, അടുത്ത 40 വർഷം അവനെ വലാന്തരത്തിലേക്ക് അയച്ചു. ഫറോവിൻ്റെ ആടുകളെ മേയിച്ചൊരു ഇടയനെ പോലെ, അല്ലേ? ആടെ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നു. God taught him that he is nothing. ഏതാണെന്ന് വിചാരിച്ച സ്ഥലത്തും ദൈവം അവനെ നടത്തിക്കൊണ്ടുവരിക, ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടുവരിക. അവിടെ വെച്ച് മനസ്സിലാവും ഒന്നുമില്ല, മിസ്രൈമിലെ ജ്ഞാനവും അഭ്യാസവും ഒന്നും ഫലമില്ല. ഇങ്ങനെ ദൈവം മനുഷ്യനെ പ്രയോജനപ്പെടുത്താനായിട്ട് ഒരുക്കുന്നത് നമ്മൾ ഓർത്തോണം. ഇത് മോശയുടെ ജീവിതത്തിൻ്റെ ചരിത്രമല്ലേ? And Moses experienced God's working in his life. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മോശ മനസ്സിലാക്കി. എവിടെ മനസ്സിലാക്കി? എപ്പോഴാ? When God used him for a magnificent ministry, magnificent service. ഉന്നതമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ ഒരുക്കിയെടുത്തപ്പോൾ the next 40 years God used him for the glory of God. 120 വർഷം നമുക്കറിയാം മോശയുടെ ആയുസ്. അപ്പോൾ 3 ഘട്ടമായിട്ടാണ്. ഫസ്റ്റ് 40, സെക്കൻഡ് 40, തേർഡ് 40. ആദ്യം ഏതാണ്ടാന്ന് വിചാരിച്ചു, അടുത്തപ്പോൾ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി കൊടുത്തു. അടുത്ത 40 years അവൻ്റെ ദൈവം ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ, ദൈവം പ്രിപ്പയർ ചെയ്യുകയാണ്. ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച് നമ്മളെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് ഓരോ ദിവസവും നിത്യാനിത്യ ജീവിത പ്രവാഹത്തിൽ നമ്മെ നേരിടുന്ന സകല വിഷയങ്ങളുടെയും മുഖത്ത് ദൈവാത്മാവിൽ ജയമെടുത്ത് ജീവിപ്പാൻ
പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ശക്തിയുള്ളവരായി മുന്നേറാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ വേറൊരു വ്യക്തിയാണ് ജോസഫ് സഫേർഡ് ഫോർ 13 years. ഫറവോന്റെ മുമ്പിൽ കൊട്ടാരത്തിൽ നിർത്തുന്നതിന് മുമ്പേ 13 വർഷം ജയിലിലും ഒക്കെ കടന്ന് കഷ്ടപ്പെട്ടത് അറിയാം. പോത്തിഫറിന്റെ ഭവനം മുതൽ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കണം. കഷ്ടങ്ങളിൽ കൂടെ അവനെ രൂപാന്തരപ്പെടുത്തി, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത്, എക്യുപ്പ് ചെയ്ത്, സജ്ജമാക്കി ഒരുക്കുക. എന്തിനു വേണ്ടിയ? അനുഗ്രഹീതമായൊരു നാള് അനേക ദൈവജനത്തിന് വിടുതലായി തീരാൻ യോസഫിനെ ദൈവം ഉപയോഗിക്കുക. ഇല്ലേ? നിങ്ങൾ ദാവീദിന്റെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആരാ? രാജാവാകുന്നതിന് മുമ്പേ അഭിഷേകം ചെയ്യപ്പെട്ടവനാ. പക്ഷെ എന്തുവായിരുന്നു ആ സ്ഥാനത്തേക്കൊന്ന് വരാൻ അനുഭവിച്ച കഷ്ടം? നാട്ടിലും വീട്ടിലും കാട്ടിലും കൂടെ ഓടി പ്രവാസിയായി. സ്വന്തം മക്കളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായല്ലേ? God was with him. ദൈവം അവനോട് കൂടെ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായി രേഖപ്പെടുത്തിയിരിക്കുന്ന ദാവീദ് അല്ലേ? ഒത്തിരി പറയാനുണ്ടോ അത് കേട്ടോ. അപ്പോസ്തലൻ പോള് 3 വർഷം അറേബ്യൻ മരുഭൂമിയിലായിരുന്നു. ദൈവം അവിടെ വെച്ചാ ഡെമസ്കോസിന്റെ ദർശനം കഴിഞ്ഞ് ഹി വെന്റ് ടു അറേബ്യ. ഗോഡ് സെൻഡ് ഹിം. അവിടെ ദൈവം അവനെ എക്വിപ്പ് ചെയ്തു വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. ആരാ പൗലോസ്? ദൈവമക്കളെ ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, God has to work in us before he has to use us. നമ്മളെ ഉപയോഗിക്കുന്നതിന് മുമ്പായി ദൈവം നമ്മെ വർക്ക് ചെയ്യണം, നമ്മിൽ കൂടെ പ്രവർത്തിക്കും. വർക്ക് ത്രൂ us. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. അപ്പൊ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ചിലരുടെ കാര്യമാണ് നാം ഇപ്പം ചിന്തിച്ചല്ലേ? അല്ലേ? ഓരോരുത്തരുടെയും കാര്യം പരിശോധിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിന് അവരുടെ മേലുള്ള പ്ലാൻ, പർപ്പസസ് പൂർത്തീകരിക്കാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. അതും ഒരു വിഷയമാണ്. വഴി നടക്കുന്ന എല്ലാവനെയും അല്ല, അതിനും വിളിച്ച ഒതുങ്ങിക്കൊടുക്കാൻ മനസ്സുള്ളവനെ ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പ്രതിസന്ധിയുടെ നടുവിൽ പെറുപുറത്ത് പോകാതെ, പിന്മാറിപ്പോകാതെ അല്ലേ? വലിയ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവർ പതറിയില്ല. നമ്മൾ പാടുന്ന പോലെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് അവർ ചിന്തിച്ചു. ദൈവത്തെ സ്തോത്രം. അവർ ദൈവത്തെ മുറുകെ പിടിച്ചു ഇല്ലേ? അതുകൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള വലിയ ദൈവകൃപ അവർക്ക് ദൈവം കൊടുത്തു എന്നുള്ളതാണ് ദൈവത്തിന് അവർക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമത്തിൽ അവർ വലിയ കാര്യങ്ങൾ ചെയ്തു ഇല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവികമായ പ്ലാനിലുള്ള ഉന്നത സ്ഥാനങ്ങളിൽ അവരെത്തി. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി. ആത്മീയവും ഭൗതികവും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ദൈവഹിതപ്രകാരം ക്രമീകരിക്കപ്പെടും. ഈ ഭൂമിയായിരിക്കും നമ്മുടെ ഭൗതിക ജീവിതമാണ്. അതുകൊണ്ട് ആ പത്രോസ് പറയാൻ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്ന് വെച്ചാൽ എന്തോ അവർ ഉന്നത സ്ഥാനങ്ങളിലെത്തി. അവരൊരിക്കൽ പോലും ചിന്തിച്ചിട്ടല്ല ഉന്നതമായ മാന്യത അവർക്ക് ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നീതി കേട്ടോ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി തീർന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൻ്റെ പദ്ധതി അതായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ദൈവസന്നിധി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ കേട്ടോ. എൻ്റെ ജീവിതം കൊണ്ട് കർത്താവേ മറ്റുള്ളവർക്ക് വിടുതലും സഹായവും പ്രയോജനവും അറ്റ് ദ സെയിം ടൈം അപ്പം തന്നെ ദൈവനാമം മഹത്വപ്പെടും. അങ്ങനെയായി പ്രാർത്ഥിക്കുന്നവരായിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവനെ സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ ദൈവശക്തിയിൽ ബലപ്പെട്ട് ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് കർത്താവേ മുന്നോട്ട് പോകാനുള്ള കൃപ തരണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? നീ എന്നിൽ കൂടെ പ്രവർത്തിച്ച് ഈ സമൂഹത്തിൽ നിന്റെ നാമം മഹത്വപ്പെടാൻ ഇടയാക്കണമേ എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണോ പ്രാർത്ഥനയാണോ ചോദിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കണ്ട് ക്ഷീണിച്ചു പോകാതെ, ഭാരപ്പെട്ട് ഭയപ്പെട്ടു പോകാതെ, മറുതലിച്ചു പോകാതെ, പെറുപുറത്ത് പോകാതെ നിനയപ്പെട്ട് കർത്താവേ എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൻ്റെ പൂർണ്ണതയിൽ ഇതിൻ്റെ നടുവിലൊക്കെ നിൽക്കാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചുകൊണ്ട് ദൈവമേ കരുണ ചെയ്യണമേ. God, work in us, work in me. എന്നെ പ്രവർത്തിക്കണേ കർത്താവ്, എന്നെ കൂടെ പ്രവർത്തിക്കണേ. അങ്ങനെ നീ പ്രാർത്ഥിച്ചേൽപ്പിക്കുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത മാന്യത നിനക്ക് ലഭിക്കും.
ദൈവം അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചാക്കിയേക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. വർക്ക് ഇൻ അസ്, വർക്ക് ത്രൂ അസ്. ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് വരുന്ന ദിവസം കർത്താവേ എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ നിൻ്റെ വചനവും നിന്റെ സന്നിധിയിലുള്ള പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളും അത് ഫലകരമായി തീരാൻ, ആ മേഖലയിൽ ഉൾക്കൊള്ളാൻ അധികം നിന്നോട് അടുത്ത് ചെയ്യിപ്പാൻ കൃപ തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ലോകത്തിന് വിവിധ രാജ്യങ്ങളുണ്ട് ദൈവം ശ്രദ്ധിക്കുന്നവരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിന്നെ നിന്നെ കൂടെ ദൈവനാമം മനസ്സുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കാൻ? കണ്ണുകളടക്കാം, തലകളമടക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ നിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കാൻ അവസരം തന്നല്ലോ, നന്ദി. നിൻ്റെ വചനത്തിൻ്റെ ശക്തി ജീവിതങ്ങളെ വിടിവിക്കട്ടെ. കർത്താവേ, നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ടല്ലോ. ആ പർപ്പസിൽ എത്തിച്ചേരാൻ കർത്താവെ ഞങ്ങൾക്ക് നീടിയാക്കും. നീ പ്രിപ്പയർ ചെയ്യുന്ന ജീവിതങ്ങൾ നിൻ്റെ പർപ്പസിൽ എത്തിക്കാൻ വേണ്ടി നീ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അയക്കും. എന്നാൽ അത് സഹിഷ്ണുതയോടെ ഉൾക്കൊണ്ടാൽ വലിയ അനുഗ്രഹങ്ങളിലും മാന്യതയിലും ഞങ്ങൾ എത്തുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഇന്ന് ഈ മണിക്കൂറുകളിൽ വിവിധ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനം കേട്ടവർ, വിവിധ പ്രശ്നങ്ങളിൽ ഭാരങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ആത്മാവിലുള്ള ബലം കൊടുത്ത്, ധൈര്യം കൊടുത്ത്, ദൈവകൃപ കൊടുത്ത് അധികം നിന്നോട് പറ്റിയിരുന്നുകൊണ്ട് തിരുനാമം മഹത്വപ്പെടുന്ന മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടാൻ ഇടയാക്കണം. കർത്താവെ, ജീവിതാവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. നിൻ്റെ കരുണയുടെ കരം അവരുടെ നേരെ നീട്ടി അവരെ വിടുവിച്ച് സഹായിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.